തന്നെയാണ് അത് പറഞ്ഞത്. ആ സ്ഥലം അവർ നേവിയോടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അവർ പറയിച്ചിട്ടുണ്ട്. അപ്പോൾ ലോറീൻ്റെ പാർട്സ് ആദ്യം കാണിച്ചിരുന്നോ? ഇതോ ഇത് അവരെ മനാഫിക്കൻ്റെ ലോറി അല്ല. അത് മുഴുവനായിട്ട് കൺഫേം ആക്കിയില്ലെങ്കിലും ഈ 90% അല്ല എന്നുള്ള നിഗമനത്തിലാണുള്ളത്. അപ്പോൾ കയറെന്തായാലും ഇത്തരത്തിലുള്ള കയർ കെട്ടുന്നത് കണ്ടിട്ടുണ്ട്. കയർ കൺഫേം ആണ്. അത് അവർ ഉപയോഗിക്കുന്ന സാധനം അത്രയും കോൺഫിഡൻറ്റിൽ തന്നെയാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന നേവി മാർക്ക് ചെയ്ത പോയിന്റുകളിൽ തന്നെ ഇനിയും തെരച്ചിൽ തുടരുന്നതാണ് കുടുംബത്തിന് ആവശ്യമില്ല. ഇതിപ്പോൾ അവർക്ക് കിട്ടിയത് ഒരു മരത്തിന് ചുറ്റി കിടക്കുന്നതായിരുന്നു. അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അവിടെ ഇനി അതിൻ്റെ സൈഡിൽ തന്നെയാണ് ഇവർ അവിടെ സ്ഥലം ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ചുറ്റുപറ്റത്ത് തന്നെയാണ് അവർ ഡൈവ് ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ ഇന്നലെ ജാക്ക് കിട്ടിയ ഭാഗത്ത് തന്നെയാണ് ഈ കയറും? അല്ലല്ല, ജാക്ക് അതിൻ്റെ മുൻഭാഗത്ത് നിന്ന് കിട്ടിയത്, കുറച്ച് മുന്നിൽ. ഇപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാണ്, പുഴയുടെ അടിത്തട്ടിലെ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഓരോ പാർട്ടുകളായി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഇന്നലെ ഇത്തരത്തിലുള്ള ഹൈഡ്രോളിക് ജാക്ക് കിട്ടുന്നു. അത് ഏകദേശം പോയിന്റ് 2 നിന്ന് കുറച്ച് ഇടതുഭാഗത്തേക്ക് മാറിയായിരുന്നു. ഇപ്പോൾ കുറച്ച് മുൻപിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ കയറ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ജിതിൻ പറഞ്ഞതനുസരിച്ച് ഒരു വലിയ മരത്തടിയിൽ കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഈ കയറ് കണ്ടെത്താനായത്. അത് മുറിച്ചു കൊണ്ടുവന്നാണ് നേവി ഇപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഇവിടെ എത്തി ഒരു എക്സാമിനേഷൻ പൂർണ്ണമായി ചെയ്തു തീർത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വാഹനവുമായി ബന്ധപ്പെട്ട പല വസ്തുക്കളും ഇപ്പോൾ അടിയിൽ നമുക്ക് പുഴയുടെ അടിത്തട്ടിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ ആ പോയിന്റ് 1ഉം പോയിന്റ് 2ഉം കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലിൽ ഒട്ടേറെ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. പ്രജീഷ്, അതായത് സാരംഗി, ഇപ്പോൾ സ്ഥിരീകരിക്കാവുന്നത് ഇന്ന് കണ്ടെത്തിയത് 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഒന്ന്, ഈ ലോഹ കഷ്ണങ്ങൾ. അതെന്തായാലും അർജുൻ്റെ വാഹനത്തിൻ്റെതല്ല എന്ന് മനാഫ് ഏറെക്കുറെ ഉറപ്പിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഒരു 90% ഉറപ്പിക്കാൻ കഴിയും. മറ്റൊന്ന് ഈ കയറാണ്. കയറിൻ്റെ കാര്യത്തിൽ എന്തായാലും സ്ഥിരീകരണം വരുന്നു. ഒപ്പം ഇന്നലത്തെ ഹൈഡ്രോളിക് ജാക്കി ലിവർ, 2 കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഈ 2 കാര്യങ്ങളും നേരത്തെ പറഞ്ഞ ലക്ഷ്മണയുടെ കഴയുടെ താഴെ വശത്തേക്ക് അധിക ദൂരമില്ലാതെ പുഴക്കരയിൽ നിന്നുമുള്ള ആ വശത്ത്, അതായത് നേവി സ്പോട്ട് ചെയ്തിരിക്കുന്ന 1-2 ഭാഗങ്ങൾക്കിടയിൽ അവിടെയാണോ ഇപ്പോഴും നേവി തിരച്ചിൽ നടത്തുന്നത്? അങ്ങനെയെങ്കിൽ അവിടെ അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. മാൽപ്പയും ടീമും ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ബ്രേക്ക് എടുത്ത ശേഷം വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കുമ്പോൾ അവർ ഏത് ഭാഗത്തേക്കാണ് പോകുന്നത്? പ്രജീഷ്, ലഞ്ച് ബ്രേക്കിന് തൊട്ട് മുൻപായി ഈ പറയുന്ന പോയിന്റ് 2വിൽ വെച്ചാണ് ഈശ്വർ മാൽപ്പയും സംഘവും തിരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ച് കരയിലേക്ക് കയറിയത്. ഭക്ഷണശേഷം അവർ ആ പോയിന്റ് 2വിലും പോയിന്റ് 1ലും കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിൽ തന്നെയായിരിക്കും നടത്തുക എന്നുള്ള വിവരങ്ങളാണ് അവരുടെ വൃത്തങ്ങളിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്നത്. മാത്രമല്ല ഈശ്വർ മാൽപ്പയോടൊപ്പം തന്നെ NDRF സംഘവും ഉണ്ട്. NDRFിൻ്റെ ഡങ്കി ബോട്ടുകളിലാണ് കൂടുതലായും ഈശ്വർ മാൽപ്പയെ ഡൈവ് ചെയ്യുന്നത്. ഈശ്വർ മാൽപ്പയെ നിലവിൽ 5 തവണയിലധികമായി ഇപ്പോൾ ഗംഗാവലി പുഴയിൽ ഡൈവ് ചെയ്ത് 3, 4, 5 മിനിറ്റൊക്കെ തന്നെ പലപ്പോഴായി താഴെ അടിത്തട്ടിൽ പോയി പരിശോധനയൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടു. അണ്ടർ വാട്ടർ ടോർച്ചിൻ്റെയൊക്കെ തന്നെ സഹായത്തോടു കൂടിയായിരുന്നു ഇത്തരത്തിലുള്ള പരിശോധന. ഇപ്പോൾ ഈശ്വർ മാൽപ്പയും SDRFും NDRFും ഏറ്റവും ഒടുവിൽ സുപ്രധാനമായ തെളിവുകൾ ഇന്ന് നമ്മൾക്ക് മുൻപിലേക്ക് കൊണ്ടുവന്ന് കരയിലെത്തിച്ച നേവിയുടെ പ്രത്യേക മുങ്ങൽ വിദഗ്ധരടങ്ങുന്ന സംഘവുമൊക്കെ തന്നെ ഒരുമിച്ച് നിന്ന് പോയിന്റ് 1ലും പോയിന്റ് 2വിലും ഇത്തരത്തിലുള്ള നിരന്തരമായ തിരച്ചിലുകൾ കൃത്യമായി കേന്ദ്രീകൃതമായ സംവിധാനത്തോടു കൂടി ഒരു തിരച്ചിൽ നടത്തി കഴിഞ്ഞാൽ എന്തായാലും വിലപ്പെട്ട തെളിവുകൾ പുഴയുടെ അടിത്തട്ടിൽ നിന്ന് കിട്ടുമെന്ന കാര്യത്തിൽ തീർച്ചയാണ്. കുടുംബവും മനാഫും ഒക്കെ ആ ഒരു ഉറപ്പിൽ തന്നെയാണ് ഇവിടെ തുടരുന്നത്. ഈ ഡ്രഡ്ജിങ് ആവശ്യമാണ് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി പറഞ്ഞു വെക്കട്ടെ. കാരണം ഡ്രഡ്ജിങ് ഉണ്ടെങ്കിൽ മാത്രമേ കെട്ടിക്കിടക്കുന്ന ചളി ഇറക്കാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യത്തിൽ കൂടി നേവിയും അതുപോലെ തന്നെ പുഴയുമായി ബന്ധപ്പെട്ട ഇവിടെ തിരച്ചിലിൽ നേതൃത്വം കൊടുത്ത എല്ലാവരും പറയുന്നതാണ്. ഇനിയിപ്പോൾ കേരളത്തിൽ നിന്ന് ഡ്രഡ്ജിങ് മെഷീൻ എത്തിക്കാനുള്ള സാധ്യത വളരെ വളരെ വിദൂരമാണ്. അതുകൊണ്ട് തന്നെ ഗോവയിലെ പോർട്ട് ട്രസ്റ്റുമായി ഇടപെട്ടുകൊണ്ട് അവിടെ നിന്ന് ഒരു വലിയ ഡ്രഡ്ജർ, അതും നദീമാർഗത്തിലൂടെ, നമ്മൾക്കറിയാം ഈ ഗംഗാവലി പുഴ അഴിമുഖത്തിലൂടെ ഒഴുകി അറബിക്കടലിൽ സംഗമിക്കുന്നത് ഗോകർണത്ത് വെച്ചാണ്. അപ്പോൾ ഗോകർണവും ഗോവയും തമ്മിൽ തലസ്ഥാനമായ പനാജിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കടൽ മാർഗം സഞ്ചരിച്ച് അല്ലെങ്കിൽ പുഴയിലൂടെ ഉൾനാടൻ ഗതാഗത മാർഗങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചായിരിക്കും ഒരു പക്ഷേ ഡ്രഡ്ജിങ് മിഷൻ ഇവിടെ എത്തുക. അപ്പോൾ എന്തായാലും അത്തരത്തിൽ ഡ്രഡ്ജിങ് മിഷൻ ഇവിടെ എത്തിക്കാൻ നാളെ നമ്മൾക്കറിയാം സ്വാതന്ത്ര്യ ദിനമാണ്. സ്വാഭാവികമായും ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട അതോറിറ്റികൾക്കൊക്കെ തന്നെ അവധിയാണ്. അതുകൊണ്ട് തന്നെ നാളെ അനുമതി കിട്ടുന്നതിൽ ഒരു പക്ഷേ വലിയ പരിമിതികളുണ്ട്. പക്ഷേ ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തായാലും ഗോവയിൽ നിന്നും ഇവിടെ ഡ്രഡ്ജിങ് മെഷീൻ എത്തിച്ച് നിർണായകമായ രീതിയിൽ തന്നെയുള്ള തിരച്ചിൽ നടത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് സതീഷ് കൃഷ്ണസേൽ പോലും നമ്മളോട് പങ്കുവെക്കുന്നത്. പ്രജീഷ്,
സാറെങ്കിൽ ഇനിയിപ്പോൾ മാൽപ്പയും ടീമും അവിടെ പോകുന്നതെങ്കിൽ അവര് നൽകുന്ന വിവരവും എന്തായാലും നിർണായകമാകില്ലേ? കാരണം അവര് നൽകുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ലഭ്യമാകുന്ന കാര്യങ്ങൾ കൂടി സ്പോട്ട് ചെയ്യണം എന്ന് നാവികസേന കൂടി അറിയിച്ച സ്ഥിതിക്ക് ഇനി അധിക സമയമില്ല. 5:30 ഇരുൾ വീഴുന്നതിന് മുമ്പേ തന്നെ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിക്കും. നാളെ പൂർണ്ണമായും തെരച്ചിൽ നാളത്തെ ദിവസം ഇല്ല.